എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ മ്യൂണിക്കിന് അടുത്തുള്ള ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഹിറ്റ്ലറുടെ കുപ്രസിദ്ധമായ നാസി ഭരണകൂട ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലുകൾ ഇവിടെ ധാരാളമായി കാണാൻ അവസരം ലഭിക്കും. നാം അകത്ത് കിടക്കുമ്പോൾ കാണുന്ന ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ ഈ ഭരണകൂടം തടവിലാക്കിയവരെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിച്ചുണ്ടാക്കിയവയാണ്. 1933 മാർച്ച് 22-നാണ് ഈ തടങ്കൽ പാളയം ഇവിടെ ആരംഭിക്കുന്നത്. ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ഭരണകൂടത്തെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യൽ ഡെമോക്രാറ്റുകൾ തുടങ്ങിയ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കാനാണ് ഇത് ആരംഭിച്ചത്. തുടക്കത്തിൽ ഇത്തരത്തിലുള്ള 4800 പേരെ തളച്ച ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിന്നീട് 10,000-കണക്കിന് ജൂതന്മാരെയും തളച്ചിട്ടു. ലോകത്തൊരിടത്തും ഒരിക്കലും ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാകരുത് എന്ന ഓർമ്മപ്പെടുത്തലിനെ കുറിക്കുന്ന നെവർ എഗെയിൻ എന്ന ശിലാഫലകമാണ് ഈ സ്മാരകത്തിലെ മുഖ്യ ആകർഷക കേന്ദ്രം. സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മ്യൂസിയത്തിൽ അതിനുള്ളിൽ കിടന്ന് നരകയാതനയനുഭവിച്ച കവികളും കലാകാരന്മാരും ചിന്തകന്മാരും ഇടതുപക്ഷ അനുഭാവികളുമായ 100 കണക്കിന് പേരുടെ ഓർമ്മക്കുറിപ്പുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ ഇന്ന് നാം കാണുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് അന്ന് അവർ എത്രമാത്രം യാതനകളാണ് അനുഭവിച്ചിരുന്നത് എന്ന് ബോധ്യമാകും. ആ നശിച്ച നാളുകൾ ഇനി ഒരിക്കലും ചരിത്രത്തിൽ ഇടം പിടിക്കരുതെന്ന സന്ദേശം ഓരോരുത്തരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടെ ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് കാണാം. നമ്മൾ കേട്ടു പരിചയിച്ചിട്ടുള്ള ബങ്കറുകളുടെ ഭീകരത അവ നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ വ്യക്തമാകുന്നത്. ഒരാൾക്ക് കഷ്ടിച്ചു കഴിയാൻ മാത്രം വിസ്തൃതിയുള്ള മുറിയിൽ 10ഉം 15ഉം പേരെ കുത്തി നിറച്ച് പാർപ്പിച്ചിരുന്നതായാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പലരും അതിനകത്തുനിന്ന് ശ്വാസം മുട്ടി മരിച്ചതായി റിപ്പോർട്ടുണ്ട്. പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും ഗ്യാസ് ചേമ്പറിലടച്ചും എതിരാളികളെ കുരുതി കൊടുത്ത ഹിറ്റ്ലറുടെ ആ നാളുകൾ ലോകത്തൊരിടത്തും ഇനി ഉണ്ടാകരുത് എന്ന സന്ദേശം എല്ലാ ശില്പങ്ങളിലും എല്ലാ ലിഖിതങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രദർശനത്തിനായി സൂക്ഷിക്കുന്നതും നാം കണ്ടതുമായ ആ ബങ്കറുകൾക്ക് പുറമേ എത്ര എണ്ണം കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന പ്രദേശം തെളിയിക്കുന്നു. 1945 ഏപ്രിൽ 29-ന് ഇവിടുത്തെ തടവുകാർക്കെല്ലാം അമേരിക്കൻ പട്ടാളം മോചനം നൽകി. ഇപ്പോൾ ഈ സ്മാരകത്തിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ കാഴ്ചാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.